ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അനുമോള് ഒരു 2-3 ദിവസമായിട്ട് അനുമോൾക്ക് വലിയ സ്ക്രീൻ സ്പേസ് ഒന്നും അങ്ങനെ ഇല്ലാതിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മുടെ അപ്പാനി പോയതിന് ശേഷം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മറ്റേ അപ്പാനി മാമൻ പോയി ചൊറിഞ്ഞ് അനുമോൾക്കും അപ്പാനിക്കും ഒക്കെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടായേനെ. ഇപ്പം അത് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ദിവസമായിട്ട് വലിയ സ്ക്രീൻ സ്പേസ് ഒന്നും അനുമോൾക്ക് അങ്ങനെ ഇല്ലാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നെവിൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കാര്യമില്ല, വെറുതെ നടന്ന് ചൊറിയുക. അനുമോളെ നീ വിഷമാണ്, അനുമോളെ നീ മറ്റേതാണ്, അനുമോളെ നീ മറിച്ചേതാണ്. എന്ത് കാര്യത്തിന്? ഞാൻ വിചാരിച്ചു ഇവന് ഇച്ചിരി ബോധമൊക്കെ വെച്ച് കളി ഒന്ന് പിടികിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇടയ്ക്കൊന്ന് അനുമോളെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന കണ്ടു. പിന്നെ ഇപ്പോൾ വീണ്ടും ഓപ്പോസിറ്റ് നിന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരിടത്ത് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗുമ്മുണ്ട്. ഇത് അവിടെയും ചവിട്ടും ഇവിടെയും ചവിട്ടും, അവിടെ ഇവിടെയും ചവിട്ടിക്കോട്ടെ, ഗെയിമാണല്ലോ. പക്ഷെ അനുമോളുടെ അടുക്ക പറയാനുള്ളത് അനുമോളുടെ മുഖത്ത് നോക്കി നെവിൻ പറയുന്നത് പോലെ കുറച്ചെങ്കിലും നെവിനെ അത് കാണിക്കുന്നുള്ളൂ, മുഖത്ത് നോക്കി പറയുന്നുണ്ട്. പിന്നെ ആദിലേയും അത് ചെയ്യുന്നുണ്ട്, അനുമോളുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു പരിപാടി പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഈ പ്രവീൺ ഇപ്പം നമ്മുടെ അനുമോളുമായിട്ട് കോംബോ ഉണ്ടാക്കാൻ നടക്കുന്ന ഒരുത്തരുണ്ടല്ലോ, ഒരു വൈൽഡ് കാർഡ് എൻട്രി. അപ്പം ഇവന്റെ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുമായിട്ട് ഒട്ടി നടക്കും, അനുമോളുടെ അടുക്ക മറ്റേ അനുമോളെ പുകഴ്ത്തിയൊക്കെ നടക്കും, അനുമോളിലെ അതാണ്, അനുമോളിലെ ഇതാണ്, എന്നിട്ട് മാറിപ്പോയിരുന്ന അനുമോളെ പറ്റി കുറ്റവും പറയും. കുറച്ച് മുമ്പ് ഞാൻ കണ്ടു നെവിന്റെ കീഴെ ഇരുന്നിട്ട് അനുമോളെ പറ്റി പറയുകയാണ്, അനുമോള് എടാ അവള് ബിന്നിയെക്കാട്ടിലും ബോറാടാ, അവള് ബിന്നിയെക്കാട്ടിലും വലിയ കുത്തിത്തിരിപ്പാടാന്നൊക്കെ നെവിന്റെ അടുക്കലിരുന്ന് പറയുകയാണ് നമ്മുടെ പ്രവീൺ. ഞാനപ്പോൾ ആലോചിച്ചു, ഇവനപ്പം പുറത്തുനിന്ന് കളി കണ്ടിട്ട് അകത്തോട്ട് പോയവനല്ലേ, ഇവൻ ഇങ്ങനൊരു പരിപാടി ചെയ്യുമ്പം നാട്ടുകാർക്ക് അവനോടൊരു വെറുപ്പ് തോന്നും എന്ന് ചിന്തിക്കാനായിട്ട് ഇവനൊരു ബോധമില്ലേ ഒരു നിമിഷം ഞാൻ ആലോചിച്ചു പോയി. കാരണം ഒന്നെങ്കിൽ അനുമോളുടെ ഓപ്പോസിറ്റ് നിന്ന് കളിക്കുക, അതൊരു ഗംഭീര ഗെയിം ആയിരിക്കും. ഇപ്പൊ ജിസയിലൊക്കെ കളിക്കുന്ന കണ്ടില്ലേ, അങ്ങനെ കളിക്കാം. പക്ഷെ ഇത് കൂടെ പോയി നിന്ന് മറ്റേ കോംബോ പിടിക്കുന്ന ഒരു സാധനം ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാറിപ്പോയി നിന്നിട്ട് അനുമോളെ പറ്റി കുറ്റം പറയുക, അതിൻ്റെ ഒരു ഗെയിം അവന് മിക്കവാറും പണി കിട്ടാനായിട്ടുള്ള ഒരു പോക്കാണെന്നാണ് എനിക്ക് എന്തായാലും തോന്നുന്നത്. ഇതിനിടയ്ക്ക് ആദില പറയുന്നുണ്ട് അനുമോളുടെ ഡ്രസ്സ് കേട്ടോ, അതിനെപ്പറ്റി ഒന്ന് പറയണം. വേറൊന്നുമല്ല, എനിക്ക് ആ ഡ്രസ്സ് കണ്ടിട്ട് നോർമൽ ഒരു ഡ്രസ്സായിട്ടാണ് തോന്നി, അത്ര വലിയ മോസ്റ്റ് മോഡേൺ ഡ്രസ്സായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പം എന്താണെങ്കിലും അനുമോളുടെ ഡ്രസ്സ് ഇച്ചിരി കുഞ്ഞ് ലേശം ഇച്ചിരി വയറൊക്കെ കാണിക്കുന്ന ഒരു സാധനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും ഭയങ്കര അയ്യോ അനുമോളെ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ അല്ലേ, ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടാമോ, വയറ് കാണിക്കാമോ എന്നൊക്കെ ഓരോരുത്തർ അവിടെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടോ. ഓരോരുത്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദില ചോദിക്കുന്നുണ്ട്, ആദില പറയുന്നുണ്ട് അനുമോളെ നീ ഒരു ഷാളൊക്കെ എടുത്തിട്ട് അനുമോളെ ഇങ്ങനൊന്നും നടക്കല്ലേ, കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ. സംഗതി വേറൊന്നുമല്ല, അനുമോക്കിട്ടുള്ളൊരു കൊട്ട് കൊടുക്കുന്നതാണ്. കാരണം അനുമോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണല്ലോ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണ്, മര്യാദയ്ക്ക് നടക്കണം, നല്ല രീതിയിൽ നടക്കണം എന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതിനിട്ടുള്ളൊരു കൊട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ജിസയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസയിൽ അനുമോൾ ഇച്ചിരി ഒരു തുള്ളിപ്രോരം ഇച്ചിരി മോഡേൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്, ഇച്ചിരി വയറൊക്കെ കാണിക്കുന്നത്. ഈ വയറ് കാണിച്ചെന്ന് പറഞ്ഞ ഉടനെ മോഡേൺ ഡ്രസ്സ് ആവുക എന്താണെങ്കിലും അങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജിസയിൽ നേരെ ഒരു എന്താണ് മലയാളി മങ്കി ആവാനായിട്ട് ഒരു ടോപ്പൊക്കെ ഇട്ട്, ഈ ചുരിദാർ പോലത്തെ ഒരു സാധനമായിട്ട് അതിൻ്റെ ജീൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടപ്പുണ്ട്. അപ്പം അത് കാണിച്ചിട്ടാണ് അനുമോളെ ജിസയിൽ ചൊറിയുന്നത്. പക്ഷെ നമ്മുടെ ആദിലയൊക്കെ ഓപ്പൺ ആയിട്ട് മുഖത്ത് നോക്കി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉടനെ ആദില ഇത് പറയുമ്പോഴത്തേക്ക് നെവിൻ അവിടെ നിന്നിട്ട് അയ്യോ ഇത് സാരമൊന്നുമില്ല കേട്ടോ, ഇത് ഇച്ചിരി പോണം വയറല്ലേ ഉള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല, മലയാളി പ്രേക്ഷകർ അതൊക്കെ അങ്ങ് സഹിച്ചോളും എന്നൊക്കെ പറയുന്ന കണ്ടു നെവിനൊക്കെ. ലിറ്ററലി അനുമോളെ കൊട്ടുക, അത് നല്ല രീതിയിൽ കൊട്ടുന്നുണ്ട്, അത് അർഹതയുമാണ് നമ്മുടെ അനുമോള്. കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് മറ്റേ മലയാളി പ്രേക്ഷകർ എന്ന് പറഞ്ഞ് അതൊക്കെ വളരെ മോശമാണ്, അതിൻ്റെ ആവശ്യമില്ല. മലയാളി പ്രേക്ഷകരെ മാത്രം മലയാളി പ്രേക്ഷകർ മറ്റേ അങ്ങനെ പറയരുതല്ലോ, കുടുംബ പ്രേക്ഷകർ, സോറി തെറ്റിപ്പോയി. ഈ കുടുംബ പ്രേക്ഷകർ അനുമോൾ ഉദ്ദേശിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ സീരിയലൊക്കെ കാണുന്ന വീട്ടിലിരിക്കുന്ന ചേച്ചിമാരാണ്. അപ്പം അവരെ മാത്രം സംതൃപ്തിപ്പെടുത്താൻ അവരും ഇന്ന് കുറച്ച് ഓപ്പൺ മൈൻഡായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ കാണും ഇല്ലേ ചേച്ചിമാരെ, നിങ്ങൾ പറ, നിങ്ങളും കുറച്ചും കൂടി ഇച്ചിരിയെങ്കിലും അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ട് ഓപ്പൺ മൈൻഡായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ കാണും. ഈ ഡ്രസ്സൊക്കെ ഇതിനകത്തൊക്കെ എന്തുവാ, പിന്നെ എന്ത് പറഞ്ഞാൽ ഈ കരച്ചിലും പിടിച്ചിലും, എനിക്കൊന്ന് വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്ക് പോലും ഈ കരച്ചിലും പിടിച്ചിലും ഒന്നും കാണണ്ട. കാരണം വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അടുക്കുമ്പോഴാണ് അവർ ഇങ്ങനത്തെ ഓരോന്ന് കാണാതിരിക്കുന്നത്. അപ്പോൾ അവിടെയും ഈ കരച്ചിലും പിടിച്ചിലും എന്ന് പറഞ്ഞാൽ അവർക്കും ബോറടിക്കും, അത് വേറെ കാര്യം. ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ രാവിലെ തൊട്ട് അനുമോളുമായി ബന്ധപ്പെട്ട് അവിടെ ചൊറിച്ചിലുകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കണ്ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഈ നെവിൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയ്ക്ക് റെന ഫാത്തിമ ചൊറിയുന്നുണ്ട്. നല്ല കനത്ത രീതിയിലാണ് നെവിൻ ചൊറിയുന്നത്. നെവിൻ ട്രാക്ക് മാറി ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ വിട്ടിട്ട് നെവിൻ തന്നെ അത് പറയുന്നുണ്ട്, പ്രവീണിൻ്റെ അടുത്ത് കിടന്നുകൊണ്ട് പറയുന്നുണ്ട് ഇനി ഞാനിവിടെ എൻ്റർടൈൻമെൻ്റ് ഒന്നും അല്ല, ഞാനിവിടെ നല്ല കനത്ത രീതിയിൽ നെവിൻ്റെ വേറൊരു രൂപം ഇനിയും കാണാൻ പോവുകയാണെന്നൊക്കെ നെവിൻ പറയുന്നത് കേട്ടു. എന്താണെങ്കിലും റെന ഫാത്തിമേനായിട്ട് രാവിലെ നല്ല രീതിയിലൊന്ന് ഉരുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഇടയ്ക്ക് ചാടി വീഴുന്നുണ്ട്. എന്നിട്ട് ക്യാപ്റ്റൻ പറയുന്നുണ്ട് എടാ നെവിനെ നീ നിർത്ത്, നീ ഇവിടെ കിടന്ന് ഒച്ച വെക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കോംപ്രമൈസ് ചെയ്ത് വിടും. എന്നിട്ട്
വലിക്കാനായിട്ട് ഇവരെല്ലാവരും കൂടെ പോകും. അപ്പോൾ ആ സമയത്ത് നെവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ നെവിനെ, അഭിമാമൻ പറയുന്ന കേക്ക്, നീ ചൊറിഞ്ഞു നീ കണ്ടന്റ് ഉണ്ടാക്കിക്കോ, പക്ഷെ ഭക്ഷണം കഴിക്കുമ്പം ഈ പരിപാടി ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് കേട്ടു. നെവിനോട് പറഞ്ഞത് ഓക്കെ അബി, ഈ അക്ബറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കിടന്ന് ഒച്ച വെക്കാറുണ്ടല്ലോ, എന്താ അക്ബറിനോടൊന്നും പറയാനുള്ളൊരു ധൈര്യം അബി കാണിക്കാത്തതെന്നുള്ളൊരു സംശയം എന്തായാലും എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ രാവിലെ അവിടെ കുറേ ആയിട്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതാ ഇപ്പോൾ ബിഗ് ബോസ് മാമൻ അനൗൺസ് ചെയ്തു, എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വന്ന് ഇരിക്കൂ, ലിവിംഗ് റൂമിൽ ഇരിക്കൂ, നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഇനിയും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി. സംഗതി വേറൊന്നുമല്ല, നമ്മുടെ ന്യൂദില ചെരുപ്പ് ഫാക്ടറിയിൽ പണി തുടങ്ങേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ചെറിയ പണി ബിഗ് ബോസ്, എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പണിയുണ്ട്, ഇന്ന് കുറച്ചും കൂടെ ഒരു വലിയൊരു പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഇന്നലെയൊക്കെ 50, ഇന്നലെ മിനിയാന്ന് നോക്കി 50 ചെരുപ്പായിരുന്നു ഉണ്ടാക്കേണ്ടത്, ഇന്ന് 25 ചെരുപ്പ് മതി. പക്ഷേ ഇന്നലത്തെ പോലെ ഒരുപാട് സമയമൊന്നുമില്ല. 2 ഓപ്ഷനാണ് ബിഗ് ബോസ് നൂറയ്ക്ക് കൊടുത്തത്. ഒന്ന് 60 മിനിറ്റ്, 1 മണിക്കൂറിനുള്ളിൽ 2 മെഷീൻ വെച്ച് 25 ചെരുപ്പ്, ഇല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് 1 മെഷീൻ വെച്ച് 25 ചെരുപ്പ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നൂറയ്ക്ക് ചൂസ് ചെയ്യാം. പക്ഷെ അത് നൂറ് ഡയറക്റ്റ് അങ്ങോട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം മതി എന്ന് പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ ഒരു കോയിൻ വെച്ചിട്ടുണ്ട്. അപ്പം ആ കോയിൻ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ കോയിൻ്റെ ഒരു സൈഡിൽ 1.5 മണിക്കൂറും മറ്റേ സൈഡിൽ 1 മണിക്കൂറും എന്ന് എഴുതിയിട്ടുണ്ട്. അത് എന്നിട്ട് ആര്യനാണ് ടോസ് ചെയ്യുന്നത്. ടോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറിൻ്റെ ആണ് കിട്ടിയത്. ഒരു മെഷീൻ വെച്ചിട്ട് 1.5 മണിക്കൂറിൻ്റെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഇവർ 25 ചെരുപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പം അതെല്ലാം പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നൂറ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പണി എടുക്കുമെന്ന്. പറയാൻ പറ്റത്തില്ല. പണി അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒണിയിലിനോ അബിക്കോ ഒക്കെ കുറച്ച് വേറെ രീതിയിലൊന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്മാർ ഇന്നും പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇന്ന് പ്രശ്നം ഉണ്ടാക്കുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ചിലപ്പോൾ ഇന്നും പ്രശ്നം ഉണ്ടാക്കിയാൽ ബ്ലാക്ക് കോയിൻ എങ്ങാനും എടുത്തു. പക്ഷേ ഇന്ന് ബ്ലാക്ക് കോയിൻ ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. തോന്നുന്നത് ഇന്ന് നൂറയുടെ ബ്ലാക്ക് കോയിൻ ഉണ്ടോ? അതിനെപ്പറ്റി ബിഗ് ബോസ് ഒന്നും പറയുന്നത് കേട്ടില്ല. 12 ഗോൾഡ് കോയിൻ ഉണ്ട്. ബ്ലാക്ക് കോയിൻ്റെ ആരും ഒന്നും പറഞ്ഞാൽ കേട്ടില്ല. ബാക്കി ഞാൻ ലൈവ് പോയി കാണട്ടെ. ബാക്കി ലൈവ് കണ്ടിട്ട് ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂഡ്. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. വീഡിയോയുടെ ഇടയ്ക്ക് പറയണമെന്ന് വിചാരിച്ചാണ്, അതങ്ങ് മിസ്സായിപ്പോയി. അതാണ് വീഡിയോയുടെ അവസാനം ഞാൻ അങ്ങോട്ട് കുത്തിക്കയറ്റുന്നത്. സംഭവം വേറൊന്നുമല്ല, റെന ഫാത്തിമ. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല, റെന ഫാത്തിമ നൈസായിട്ട് അങ്ങോട്ട് മറുകണ്ഠം ചാടിയിട്ടുണ്ട്. ഇപ്പം റെന ഫാത്തിമയുടെ കൂട്ട് അല്ലെങ്കിൽ റെന ഫാത്തിമ പിടിച്ചിരിക്കുന്ന ഒരു ടീമെന്ന് പറഞ്ഞാൽ ആദില, നൂറ, അനുമോള്. രാവിലെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവരുടെ 3 പേരുടെയും നടുക്ക് കയറി ഇരിപ്പുണ്ട് നമ്മുടെ റെന ഫാത്തിമ. ജിസേലിനെ ആര്യനെയൊക്കെ അങ്ങ് ഒതുക്കി. ഏത് ഇന്നലത്തെ പരിപാടിക്ക് ശേഷം ഭക്ഷണം മറ്റേ അടിച്ചു മാറ്റി അക്ബറിനോട് തന്നെ റെന പറഞ്ഞു കഴിഞ്ഞു, അക്ബർക്ക നമ്മുടെ ജിസേൽ മോള് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഭക്ഷണമൊക്കെ അടിച്ചു മാറ്റി വെക്കാറുണ്ട്, ഇച്ചിരിയൊക്കെ എനിക്ക് ഇടയ്ക്ക് തരുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം മിണ്ടാതിരുന്നത്. ആ ഒരു സാധനം പറഞ്ഞ് ജിസേലിട്ടൊരു കൊട്ടും കൊടുത്തിട്ടാണ് അവിടുന്ന് ചാടി ഇപ്പുറത്തെ വള്ളത്തെ കയറിയിരിക്കുന്നത് റെന ഫാത്തിമ. അതിനകത്ത് നമുക്കിപ്പോൾ ഒരുപാട് അങ്ങോട്ട് വലിച്ചു കയറി കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഇതൊരു ഗെയിമാണ്. ഇത്രയും കാലം അവരുടെ കൂടെ നിന്ന് കളിച്ചു, നൈസായിട്ട് അവരുടെ തട്ടിയിട്ട് ഇപ്പുറത്തോട്ട് അങ്ങ് ചാടി. ഇനി ഇവിടുന്ന് എപ്പോൾ തട്ടിയിട്ട് അപ്പുറത്തോട്ട് വീണ്ടും ചാടുന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ബിന്നിയായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ബിന്നിയായിട്ട് മുട്ടനൊരു ഉടക്കൊക്കെ. ഇപ്പം അത് കഴിഞ്ഞ് 2 പേരും കൂടെ ഒന്നിച്ച് കുറച്ച് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ജിസേലിൻ്റെയും ആര്യൻ്റെയും ഒക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് മനസ്സിലായി തുടങ്ങി, എങ്ങും മറ്റേ ഒട്ടി അങ്ങ് നിൽക്കരുത്, ഇടയ്ക്കിടയ്ക്ക് വിട്ട് നിൽക്കണം, എന്നാലേ ഇതിനകത്ത് പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സാധനം എവിടെയോ കത്തിയിട്ടാണ് നമ്മുടെ റെനക്കൊച്ച് ഇപ്പം വഴി തിരിച്ച് വിട്ടേക്കുന്നത്. നൈസായിട്ടാണ് അങ്ങ് ചാടിയിരിക്കുന്നത്. പക്ഷെ അതിനെപ്പറ്റി അങ്ങനെ അങ്ങോട്ട് ആര്യനും ജിസേലും സംസാരിക്കുന്നില്ല. അവരവരുടെ ഒരു കോണ്ടന്റ് പിടിച്ച് അവർ പോകുന്നുണ്ട്. പിന്നെ ആര്യൻ ജിസേലിൻ്റെ കൂട്ടത്തിലേക്ക് ലക്ഷ്മി വന്ന് കയറിയിട്ടുണ്ടോ എന്നൊരു സംശയം. കുറച്ച് മുമ്പ് 2 പേരും കൂടെ അല്ല, ഈ ജിസയിലും ആര്യനും ഇരിക്കുന്നതിനകത്തോട്ട് നമ്മുടെ പിന്നെ അക്ബറും ഉണ്ട്. അതിൻ്റെ ഇടയിലോട്ട് നമ്മുടെ ഇവള് വന്ന് കയറുന്നത് കണ്ടു ലക്ഷ്മി. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവരെയും ഉപദേശിച്ച് നന്നാക്കാനായിട്ടാണ് ലക്ഷ്മി നോക്കുന്നത്. ലക്ഷ്മിക്ക് ഭയങ്കര ഉപദേശമാണ്. എല്ലാവരെയും അങ്ങ് ഉപദേശിച്ച് എന്താ പാത്രത്തിലെങ്ങാണ്ട് ഈ പോറൽ വീഴത്തില്ലേ, അപ്പം അങ്ങനെ പോറൽ വീഴുന്ന പാത്രത്തിലൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ കുട്ടികൾക്കൊന്നും ഭക്ഷണം കൊടുക്കത്തില്ല, നമ്മൾ അങ്ങനൊന്നും ഭക്ഷണം കൊടുക്കരുത് എന്നുള്ള വലിയ വലിയ കാര്യങ്ങളാണ് ലക്ഷ്മി പറയുന്നത്. ലക്ഷ്മിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അതൊരു ബിഗ് ബോസ് ഹൗസ് ആണെന്നും അവിടെ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ എന്നും വീട്ടിൽ ഇരിക്കുന്നത് പോലെ അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാമാന്യ കാര്യങ്ങളൊക്കെ ലക്ഷ്മിക്ക് ഇനി എന്ന് മനസ്സിലായി വരുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇച്ചിരി പൊടിക്ക് ഇത്തിരി ഓവറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല ലക്ഷ്മിയെ? എനിക്ക് കഴിഞ്ഞ ദിവസം ആദില നൂറയുടെ കേസിൽ അവർ പറഞ്ഞ വർത്തമാനത്തിന് ശേഷം അവരെ ഞാൻ അങ്ങോട്ട് മാറ്റി നിർത്തി. ഒരിക്കലും അങ്ങനെ അവരുടെ ഉള്ളിലുള്ളൊരു സാധനമാണ് പുറത്തേക്ക് വന്നത്. അങ്ങനെ ഒരാളെ ഒന്നും എനിക്ക് ആസ് എ റിവ്യൂവർ എന്ന് പറയുന്നില്ല, ആസ് എ പ്രേക്ഷകൻ എനിക്ക് അവരെ വലിയ താല്പര്യമില്ല. ഞാനിത് പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കരുത്.